ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപരാ രക്ഷ രക്ഷ മഹാബാഹോ ശാസ്ത്രേ തുഭ്യം നമോ നമഃ. ഭൂതനാഥൻ സദാനന്ദ, എല്ലാ ജീവജാലങ്ങളുടെയും നാഥന് നിത്യസന്തോഷം. സർവഭൂത ദയാപര, എല്ലാ ജീവജാലങ്ങളോടും കരുണയും അനുകമ്പയും കാണിക്കുന്നവൻ. രക്ഷ രക്ഷ മഹാബാഹോ, ഞാൻ പ്രാർത്ഥിക്കുന്നു, എന്നെ സംരക്ഷിക്കൂ മഹാനായ ഹീറോ. ശാസ്ത്രേ തുഭ്യം നമോ നമഃ. ആ ശാസ്താവിന് അയ്യപ്പ ഭഗവാൻ വന്ദനങ്ങളും വന്ദനങ്ങളും. സ്വാമി ശരണമയ്യപ്പ. ആദ്യകാലത്ത് ദ്രാവിഡരുടെയും പിന്നീട് ബൗദ്ധരുടെയും ഒടുവിൽ ഹൈന്ദവരുടെയും ആരാധനാമൂർത്തിയായി തീർന്ന ഭഗവാനാണ് അയ്യപ്പൻ അഥവാ ധർമ്മശാസ്താവ്. പ്രധാനമായും ദക്ഷിണേന്ത്യയിൽ ആണ് ധർമ്മശാസ്താവ് ആരാധിക്കപ്പെടുന്നത്. ഹരിഹരപുത്രൻ അയ്യൻ, മണികണ്ഠൻ, അയ്യനാർ ഭൂതനാഥൻ, താരക ബ്രഹ്മം ശനീശ്വരൻ, സ്വാമി ശബരീശൻ, വേട്ടയ്ക്കൊരു മകൻ ചാത്തപ്പൻ എന്നീ പേരുകളിലും അറിയപ്പെടുന്നു. അയ്യ എന്ന പദം ദ്രാവിഡർ അയ്യപ്പനെ സംബോധന ചെയ്ത് ഉപയോഗിച്ചിരുന്നതാണ് എന്ന് പറയപ്പെടുന്നു. അയ്യപ്പനെ ആരാധിച്ചാൽ ദുരിതങ്ങളിൽ നിന്ന് മുക്തിയും മോക്ഷവും ലഭിക്കുമെന്നാണ് വിശ്വാസം. കേരളത്തിൽ അയ്യപ്പനെ പല രീതിയിലാണ് ആരാധിക്കുന്നത്. കുളത്തപ്പുഴയിൽ കുട്ടിയായിരുന്നപ്പോഴുള്ള അയ്യപ്പനെയാണ് ആരാധിക്കുന്നത്. അച്ചൻകോവിലിൽ ഭാര്യമാരായ പുഷ്കലയുടെയും പൂർണ്ണയുടെയും കൂടെയിരിക്കുന്ന ശാസ്താവ്. ആര്യങ്കാവിൽ കുമാരനായും ശബരിമലയിൽ തപസ് ചെയ്യുന്ന സന്യാസിയുടെ ഭാവത്തിലും അയ്യപ്പനെ കുടിയിരുത്തപ്പെട്ടിരിക്കുന്നു. പന്തളത്ത് രാജകുമാരനായ അയ്യപ്പൻ ശബരിമലയിലെ ധർമ്മശാസ്താവിൽ ലയിച്ച് മോക്ഷം നേടിയതായി വിശ്വസിക്കപ്പെടുന്നു. ശബരിമല ആദിവാസികളായ ദ്രാവിഡ ഗോത്രങ്ങളുടെ ക്ഷേത്രമായിരുന്നുവെന്നും പിന്നീട് ബൗദ്ധക്ഷേത്രമായെന്നും അയ്യപ്പൻ ശാസ്താവിൽ ലയിച്ചതോടുകൂടി ഹൈന്ദവ ക്ഷേത്രമായി മാറിയെന്നും പറയപ്പെടുന്നു. ധർമ്മശാസ്താവ് എന്ന പദം അയ്യപ്പന് പകരമായി ഉപയോഗിച്ചു വരുന്നുണ്ട്. ശാസ്താവ് അഥവാ ചാത്തപ്പൻ ദ്രാവിഡരുടെ ദൈവമായിരുന്നെന്നും അഭിപ്രായമുണ്ട്. സാമൂഹിക നരവംശാസ്ത്രജ്ഞനായ ഡോക്ടർ അയ്യപ്പൻ ശാസ്താവിനെ സമന്ത്ര ഭദ്രബോധിത സത്വനായാണ് കണക്കാക്കുന്നത്. കേശരി ബാലകൃഷ്ണ പിള്ളയാകട്ടെ അവലോകിതേശ്വര ബോധിസത്വനായും മഹാനായ ബുദ്ധമതക്കാരുടെ വിശ്വാസപ്രകാരം സമന്ത്രഭദ്ര ബോധിസത്വത്തിന്റെ കടമ അതാത് നാട്ടിലെ ജനങ്ങളുടെ സംരക്ഷണമാണ്. അയ്യനാർ ഭാര്യമാരായ പൂർണ്ണ, പുഷ്കല എന്നിവരോടൊപ്പം ജാതിമത ഭേദമന്യേ ആർക്കും പ്രവേശിക്കാവുന്ന അമ്പലമാണ് അയ്യൻ്റേത്. എല്ലാ കൊല്ലവും സംക്രമ മാസത്തിൽ 5 കോടി ഭക്തരെങ്കിലും ഇന്ത്യയിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് എത്തപ്പെടുന്നു എന്ന് പറയപ്പെടുന്നു. അയ്യൻ എന്നത് പാലിയിലെ അയ്യ എന്ന പദത്തിൽ നിന്ന് ഉത്ഭവിച്ചതാണ്. ശ്രേഷ്ഠൻ എന്നാണ് അർത്ഥം. സംസ്കൃതത്തിലെ ആര്യ എന്ന പദത്തിന് സമാനമായ പാലി പദമാണ് അയ്യ. ഇതാണ് ദ്രാവിഡീകരിച്ച് അയ്യനും അയ്യപ്പനും ആയത്. ശാസ്താവ് എന്നത് ബുദ്ധന്റെ പര്യായമായാണ് ഉപയോഗിക്കുന്നത്. അധ്യാപകൻ എന്നാണ് അർത്ഥം. ബുദ്ധതത്വങ്ങൾ പഠിപ്പിക്കുക വഴി അധ്യാപകൻ എന്ന പര്യായം ബുദ്ധന് ലഭിച്ചു. അയ്യപ്പൻ എന്ന പേര് വിഷ്ണു എന്ന അർത്ഥം വരുന്ന അയ്യ എന്ന വാക്കും ശിവൻ എന്ന അർത്ഥം വരുന്ന അപ്പ എന്ന വാക്കും ഏകോപിച്ച് ഉണ്ടായിട്ടുള്ളതാണ് എന്നാണ് ഐതിഹ്യം. കേരളത്തിലെ മൊത്തം അയ്യപ്പ ക്ഷേത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ അച്ചൻകോവിൽ ശാസ്താക്ഷേത്രം കൊല്ലം ജില്ല, കുളത്തുപുഴ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം കൊല്ലം ജില്ല, ആര്യങ്കാവ് ശ്രീ ധർമ്മശാസ്ത്രം, ചടയമംഗലം ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം, ശബരിമല ധർമ്മശാസ്ത്ര ക്ഷേത്രം പത്തനംതിട്ട, മീന്തലക്കര ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം തിരുവല്ല, ചാലപ്പറമ്പ് കാർത്തിയാകുളങ്ങര ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം കോട്ടയം,
ഇളങ്ങൂക്കുളം ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം കോട്ടയം, വേരൂർ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം, എരുമേലി ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം എന്നിവയെല്ലാം കോട്ടയം. തൃക്കുന്നപ്പുഴ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം മാവേലിക്കര, തകഴി അയ്യപ്പ ക്ഷേത്രം തകഴി ആലപ്പുഴ, കാട്ടുവള്ളി അയ്യപ്പ ക്ഷേത്രം മാവേലിക്കര, ഇരമല്ലിക്കര അയ്യപ്പ ക്ഷേത്രം ചെങ്ങന്നൂർ, ശാസ്താനാട അയ്യപ്പ ക്ഷേത്രം ഉമ്പർനാട് മാവേലിക്കര, പുല്ലൂക്കുളങ്ങര ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം ആലപ്പുഴ, കാരക്കാട് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം കാരക്കാട് ചെങ്ങന്നൂർ, വെള്ളിമുറ്റം അയ്യപ്പൻ കാവ് ആലപ്പുഴ, കുന്നം ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം മാവേലിക്കര, പെരുമ്പാവൂർ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം, ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം കൊമ്പനാട് എറണാകുളം, തളിക്കുളം ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം തൃശൂർ, ചിറമൻകാട് അയ്യപ്പൻകാവ് വെങ്ങിലശ്ശേരി തൃശൂർ ജില്ല, ആറേശ്വരം ശാസ്ത്ര ക്ഷേത്രം തൃശൂർ, കണിമംഗലം ശാസ്താ ക്ഷേത്രം തൃശൂർ, ചിറ്റിച്ചാത്തക്കുളം ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം തൃശൂർ, തിരുവുള്ളക്കാവ് ധർമ്മശാസ്ത്ര ക്ഷേത്രം തൃശൂർ, പനമുക്കമ്പിളി ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം തൃശൂർ, മാട്ടിൽ ശ്രീ ശാസ്താക്ഷേത്രം തൃശൂർ, മണലൂർ അയ്യപ്പൻകാവ് ക്ഷേത്രം തൃശൂർ, എടത്തിരുത്തി അയ്യപ്പൻകാവ് ക്ഷേത്രം തൃശൂർ, അകമല അയ്യപ്പൻകാവ് വടക്കഞ്ചേരി, ഉത്രാളിക്കാവ് വടക്കഞ്ചേരി, ചെർപ്പുളശ്ശേരി അയ്യപ്പൻകാവ്, ഒറ്റപ്പാലം അയ്യപ്പൻകാവ്, കരിക്കാട് അയ്യപ്പക്ഷേത്രം മലപ്പുറം, ചമ്രവട്ടത്ത് അയ്യപ്പക്ഷേത്രം, ഇട്ടിയോട്ട് അയ്യപ്പക്ഷേത്രം, കുറൂർ അയ്യപ്പൻകാവ് തേഞ്ഞിപ്പാലം, നിറംകൈതക്കോട്ട ഒലിപ്രം കടവ് വള്ളിക്കുന്ന്, കുതിരക്കുട അയ്യപ്പക്ഷേത്രം കൊയിലാണ്ടി, ചെറുപുഴ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം കണ്ണൂർ, ശാസ്താപുരം ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം വായാട്ടുപറമ്പ, കീഴൂർ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം കാസർഗോഡ്, ശ്രീ മേൽക്കടകംവെള്ളി അയ്യപ്പക്ഷേത്രം പാലത്ത് കോഴിക്കോട്, ശാസ്താംകോട്ട ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം കൊല്ലം, കുന്നംപുറത്ത് ധർമ്മശാസ്ത്ര ക്ഷേത്രം പരിപ്പ് കോട്ടയം, ആര്യവാമൊഴി, മുളയനല്ലൂർ, കുനംകാണി, പുതിയകാവ്, വീരക്കോട്, കമുകിൻതോട്ടം പാറശാല, കുളവപ്പട, വീരനക്കാവ്, വാമനപുരം, അലാന്തര, കോഴിമട, ശാസ്താംകോട്ട, ശക്തികുളങ്ങര, കുളത്തുപുഴ, മേലില, കുമ്പല്ലൂർ, അഞ്ചൽ, അച്ചൻകോവിൽ, അരിയങ്കാവ്, ഓമല്ലൂർ, പന്തളം, വലിയ കോയിൽക്കൽ, ചെറുവള്ളിക്കാവ്, വാകത്താനം, പത്തനംതിട്ട, പെരുനാട്, ചെറുകോൾ, ചാങ്കങ്കാരി, കോട്ടയിൽ, അയ്യൻകോവിൽ, കലവൂർ, ഊരിക്കാരി, വാങ്ങാനം, മാവേലിക്കര, കുമരകം, പക്കിൽ, എള്ളംപള്ളി, അയ്യപ്പൻകാവ്, പാണ്ഡവം, ആരാക്കുളം, ഏറ്റുമാനൂർ, കൊടുങ്ങല്ലൂർ, ഉഴം, വടക്കഞ്ചേരി, തൃപ്പയാർ, കിഴക്കേമല, തിരുവില്ലക്കാവ്, അയ്യപ്പൻകാവ്, കിഴക്കേമല, ചെർപ്പുളശ്ശേരി, ഉഴവൂർ, ഇടതുരുത്തി, കോടനൂർ, കണിമംഗലം, മാനാർ, ചേനപ്പാടി ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം, അയ്യപ്പൻ പരദേവതയായ തറവാടുകൾ, വെള്ളക്കാട്ട് മനവണ്ടൂർ മലപ്പുറം ജില്ല, മനാനമ്പറ്റ മന ഷൊർണൂർ, കൈതക്കൽ മന മഞ്ചേരി, പുല്ലൂർ മന മഞ്ചേരി, മമ്മിളി ഇല്ലം പാലത്ത് എന്നിവയാണ് കേരളത്തിലെ പ്രശസ്തമായ അയ്യപ്പ ക്ഷേത്രങ്ങൾ. Come on friends, നമുക്കൊരു സഞ്ചാരത്തിന് പോകാം. ലാ 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 ലാ.